ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് നമ്മുടെയൊക്കെ ബലഹീനത, രണ്ട് ബലഹീനതയാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളിലുള്ള ക്ഷമയില്ലായ്മ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഈ രണ്ട് ബലഹീനതകളും മാറ്റാനായിട്ടുള്ളൊരു വചനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 32-ാം തിരുവചനമാണ്. വചനപ്രകാരമാണ്: ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. എന്ന് പറഞ്ഞാൽ ക്ഷമാശീലൻ, അല്ലെങ്കിൽ നമ്മളിൽ ക്ഷമയുണ്ടെങ്കിൽ നമ്മളിൽ ശക്തിയുണ്ടെന്നാണ് വചനം പറഞ്ഞു വെക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ക്ഷമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ വളർത്താനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അടുത്തായിട്ട് വചനം പറയുകയാണ്: മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശക്തനാണെന്ന്. ഒരു നഗരം ഒരു വ്യക്തിക്ക് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക? അവനിൽ ബുദ്ധി ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ കരുത്തും ശക്തിയും ഉണ്ടായിരിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയും ശക്തിയും കരുത്തുമെല്ലാം വർദ്ധിക്കുമെന്ന് വചനം വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ രണ്ട് ബലഹീനതകളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമായിട്ട് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിലൂടെ ഇവരിലേക്ക് അനേകായിരം അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുവാനായിട്ട് ഇടവരുത്തണമേ. പലപ്പോഴും ഞങ്ങളുടെ രണ്ട് ബലഹീനതകളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷമ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, കർത്താവായ യേശുവിന്റെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ സുഭാഷിതം 16:32 ശക്തിയാൽ ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും ക്ഷമയെന്ന പുണ്യത്തിൽ വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.